ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് ഇന്ന് ഇവിടെ രാവിലെ കഴിഞ്ഞിട്ട് മഴയൊന്നുമില്ല. ഇന്നലെ രാത്രി നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. പക്ഷെ ഇപ്പം മഴയില്ല, ഇപ്പം നല്ല വെയിലാണ് ഗൈസ്. ആണോ, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഞാൻ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പേപ്പറിൽ മനോരമ പേപ്പറിൽ ഒരു കിടിലൻ സംഭവം കണ്ടു. ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോ. ഞാൻ സംഭവം കാണിച്ചു തരാം. സോ നമ്മൾ പത്രം ഇങ്ങനെ തുറന്ന് കഴിയുമ്പോഴേ നടു പേജ്, ഫ്രണ്ടിലത്തെ പേജ് ഇതിങ്ങനെ കീറിയിരിക്കണം. കണ്ടോ, ഇങ്ങനെ കീറിയിരിക്കണം. പക്ഷെ സംഭവം കൊള്ളാം. ഇവിടെ എഡിറ്ററിൻ്റെ പരിപാടി കൊള്ളാം. നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങണതിൻ്റെ ഭാഗമായിട്ട് മെസ്സിനെ ഒരു സൈഡിലും റൊണാൾഡോനെ ഒരു സൈഡിലും ഫീൽ ദ ഫുട്ബോൾ വേൾഡ് ഇൻ സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് വാതിൽ തുറക്കണ പോലത്തെ സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വാതിൽ തുറന്നു കഴിയുമ്പോൾ ലോകം കാൽപന്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്റ്റേഡിയം ടൂർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് സ്റ്റേഡിയം ടൂർ, ലോകകപ്പ് ജേതാക്കൾ ഇതുവരെ ഏതൊക്കെ കൺട്രീസ് ജയിച്ചിട്ടുണ്ട്, പിന്നെ ബോളിൻ്റെ എവല്യൂഷൻ കണ്ടോ, ഓരോ ബോള് എവല്യൂഷൻ, പിന്നെ ഓരോ രാജ്യത്തെ മെയിൻ കളിക്കാരുടെ അവരുടെ ഡീറ്റെയിൽസ്, പിന്നെ ആദ്യ മത്സരം അർദ്ധരാത്രി വെള്ളി പുലർച്ചെ 12:30 മെക്സിക്കോ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക. അങ്ങനെ ഫൈനലി നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങി. അതിൻ്റെ സ്പെഷ്യലായിട്ടായിരുന്നു ഇന്നത്തെ മനോരമ പത്രത്തിലുള്ള ഈ ഒരു കിടിലൻ സാധനം. സോ ഇതുപോലെ ഒരു സാധനം മുമ്പ് എന്നൊരു ദിവസം കണ്ടിരുന്നു. പക്ഷേ ഇത് കുറച്ച് സീനായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് തുറന്നിട്ടുള്ള പരിപാടി, സംഭവം കൊള്ളാം. മെസ്സി റൊണാൾഡോയും കൂടി വാതിൽ തുറക്കണ പരിപാടി എനിക്കിഷ്ടമായി. വൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്നത്. സോ മാതൃഭൂമിയും ബാക്കി പത്രങ്ങളൊക്കെ വരുത്തുന്ന പോലെ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത് മനോരമ മാത്രമായിരുന്നുകൊണ്ട് അതിന് മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. സോ വേൾഡ് കപ്പിൽ നിങ്ങൾ ഏത് ടീമാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇനി ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇറച്ചി മേടിക്കാൻ പോകണം. കാരണം നമുക്ക് ഞായറാഴ്ചത്തേക്ക് ഇറച്ചിയൊന്നും ഇല്ല. അതാനും ഇന്ന് നമ്മൾ പോയി ഇറച്ചി മേടിക്കുകയാണ്. സോ ശനിയാഴ്ച പോയി മേടിച്ചാൽ ഒടുക്കത്തെ തിരക്കും ഇറച്ചി കിട്ടാത്ത ഭയങ്കര പ്രശ്നമായിരിക്കും. സോ നമ്മളെന്തായാലും പോയി ബീഫ് മണ്ണ് മേടിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സം ബീഫ് ഗൈസ്. അപ്പോൾ നമ്മളത് ബീഫ് മേടിക്കാൻ വന്നിട്ട് നമ്മൾ ബീഫ് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബീഫ് മേടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ബീഫ് മേടിച്ചു. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി. സോ നമ്മളത് ഇവിടെ പൊട്ടാറ്റോ എടുക്കാൻ നോക്കിയപ്പോൾ നല്ല മണ്ണൊക്കെ ഉള്ള ടൈപ്പ് പൊട്ടാറ്റോ ആണ് ഗൈസ്. മണ്ണൊക്കെ ഇതായിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ മീൻ കട ചെന്നപ്പോൾ ഒരു കിടിലൻ മീൻ ഇരിക്കുന്നു ഗൈസ്. അറ്റവാളാന്നാണ് പറഞ്ഞത്. ഈ കിടക്കണ വലിയ സാധനമാണ്. സോ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി മുള്ളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇറച്ചിയും മീനൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മമ്മി വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണമെന്ന്. സോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള റവയും ശർക്കരയൊക്കെ പാലൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇനി സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണ് ഗൈസ്. സ്വന്തം ജോഷ് മാളിലുള്ള സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ കയറുന്നത്. സോ ഗൈസ് നമ്മളങ്ങനെ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റവയും കൂടി എടുക്കണം. റവ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പാലും കൂടി മേടിച്ചിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെക്യൂം കിട്ടനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാം. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് മമ്മിക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമുക്ക് എന്തെങ്കിലും പടം കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ആദ്യം നെറ്റ്ഫ്ലിക്സ് കയറിയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് നോക്കാം. സോ നെറ്റ്ഫ്ലിക്സ് കയറിയതിനിപ്പോൾ അതേ നമുക്ക് മണി ഹേസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സിനിമ ഉണ്ടോ എന്ന് നോക്കാം. സിനിമ ടീച്ച് യു എ ലെസൺ പുതിയ സീരീസാണെന്ന് തോന്നുന്നു. യൂത്ത് കണ്ടു. ദി വണ്ടർഫൂൾസ്, ഓക്കെ ഇതും സീരീസാണ്. സ്ട്രേഞ്ചർ തിങ്സ് ഉണ്ട്. ഓക്കെ കറയുണ്ട് ഗൈസ്, നമ്മുടെ ധനുഷിൻ്റെ കറയുണ്ട്. സോ ഈ പടം നമ്മൾ കണ്ടിട്ടില്ലേ. സോ നമുക്ക് എന്തായാലും കണ്ട് നോക്കാം. സോ ലെറ്റ്സ് ഗോ. കറ ധനുഷും നമ്മുടെ സ്വന്തം മമിത ബൈജു ഒക്കെയുള്ള പടമാണ്. വലിയ റിവ്യൂ ഒന്നും നമ്മൾ കേട്ടിട്ടുണ്ടായില്ല. സോ നമുക്ക് എന്തായാലും കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ കഴിയും. സോ എന്തായാലും കണ്ടോട്ടെ. പിന്നെ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് ഇറച്ചി നമുക്കൊന്ന് കഴുകിയെടുക്കണം. സോ നമ്മൾ കഴുകാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും അത് കഴുകിയെടുക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പടം എങ്ങനെയെന്ന് ചോദിച്ചാൽ പടം ഇപ്പോഴത്തെ ഒരു ടിപ്പിക്കൽ ധനുഷ് പടം എന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ലികളൊക്കെ പോലെ തന്നെ സെയിം രക്ഷകനായിട്ട് വരുന്ന സ്കീം തന്നെ. സോ പിന്നെ അച്ഛൻ ബാസം സെയിം സംഭവം തന്നെ.
സെയിം ടെംപ്ലേറ്റ് തന്നെ, അത് വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റോറി ആക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവമൊക്കെ സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേത് ഇഡ്ഡലിയാണ്, ഇതില് ബാങ്കാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സംഭവങ്ങളൊക്കെ സെയിം ഉള്ള പോലെ ഞാൻ തോന്നിയത്. സോ അത്ര വലിയ സംഭവമായിട്ടുള്ള പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ് എന്തായാലും ഞാനത് കഴുകി തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ നടത്താം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിലെല്ലാം മതിൽ ഒന്ന് പെയിൻ്റ് അടിക്കണം. നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഇന്നലെ പെയിൻ്റ് അടിച്ചു. ഇനി ഇത് ഇത്രയും ഭാഗം കൂടിയുണ്ട്. ഇത്രയും ഭാഗം അടിക്കണമെങ്കിൽ നമുക്ക് റോളർ കൊണ്ട് അടിക്കണം. സോ ഇത്രയും ഭാഗം ഞാൻ ഇന്നലെ ബ്രഷ് കൊണ്ട് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത്രയും ഭാഗം കൂടി നമുക്കിനി റോളർ വെച്ച് സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ അടുത്ത പണി. സോ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചാൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഫുൾ വ്യൂ കാണിച്ചാലും നിങ്ങൾ കണ്ടിട്ട് എൻ്റെ പെയിൻറ്റിങ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ തവടം തൊട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സോ ഇത് ഇവിടം തൊട്ട് ഇതിങ്ങനെ പോയി ഇങ്ങനെ പോയി പിന്നെ ഇത് അപ്പുറത്ത് നമ്മൾ വേറെ കളർ അടിച്ചത്. ആ കളറാണ് നമ്മുടെ വീട് അടിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നത്. അവിടെ വരെ നമ്മൾ എത്തിച്ചു. പിന്നെ ഇത് ഇത്രയും പോർഷൻ നമുക്ക് വേറെ ബാക്കി ഉണ്ടായിരുന്ന കളർ നമ്മളിങ്ങനെ അടിച്ച് എത്തിച്ചിട്ടുണ്ട്. സോ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ മികവ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് എന്താ ഉള്ളതെന്നുള്ള ചായ കുടിക്കാനായിട്ടുള്ളത് നോക്കാം. ഗൈസ് നമുക്കിന്ന് കഴിക്കാനായിട്ടുള്ളത് ഉണ്ണിയപ്പമാണ് ഗൈസ്. നല്ല ചക്ക ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പമാണ്. സോ നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം ഗൈസ്, കിടനായിട്ടുള്ള സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് ഗൈസ്. നല്ല സോഫ്റ്റ് ചക്ക ഉണ്ണിയപ്പം. സോ എന്താ ഉണ്ണിയപ്പം കൂട്ടി ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ്. റെസിപ്പി ഹൈലൈറ്റ് ഉണ്ടോ? ഓക്കെ. സോ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. നല്ല കിടലൻ ചക്ക ഉണ്ണിയപ്പാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിവിടെ കുറച്ച് പയറിൻ്റെ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഴ പെയ്യാത്തത് കൊണ്ട് നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കേണ്ട പരിപാടി ഉണ്ട്. സോ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കട്ടെ. അതാണ് നമ്മുടെ പഴുത്ത പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഗൈസ്. സോ എന്തായാലും ഞാനിത് നനച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കിടല ഔട്ട്ഡോർ അങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ച് വന്നിരിക്കുകയാണ്. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഈ ഒരു ഡെയിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് രാത്രി വേൾഡ് കപ്പ് തുടങ്ങിയാണ്. നിങ്ങൾ ഏതാ ടീമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്